CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പട്ടാമ്പി കോപ്പത്ത് വൻ ലഹരിവേട്ട. ഹൈസ്കൂൾ പരിസരത്തുനിന്ന് ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. 80ഓളം ചാക്കുകളിൽ നിന്നായി പിടികൂടിയത് 1000-ലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. ആഗ്രനിധി ലിമിറ്റഡ് തട്ടിപ്പ് കേസിൽ 3 പേർ അറസ്റ്റിൽ. 40 ലക്ഷം രൂപ നിക്ഷേപമായി സ്വീകരിച്ച് 13 മുതൽ 15% വരെ പലിശ വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. ഗുരുവായൂർ ബസ് ടെർമിനലിൽ 8.5 കോടിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. 7 കോടി നിർമ്മാണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ചെയർമാൻ. ദേശീയപാത അകലാട് ഒറ്റേനി അടിപ്പാതയ്ക്കു താഴെ നിർമ്മിച്ച തകര ഷെഡുകൾ യാത്രക്കാരെ വലയ്ക്കുന്നു. ദേശീയപാത നിർമ്മാണ തൊഴിലാളികളെ അടിപ്പാതയ്ക്കു താഴെ അനധികൃതമായി താമസിപ്പിക്കുന്നതിനായി ഒരുക്കിയ സജ്ജീകരണം അപകടം വരുത്തുമെന്ന് കാണിച്ച് പൊന്നേറു പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും നടക്കുന്നുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഭാഷാസമര നായകരെ അനുസ്മരിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി യൂത്ത് ലീഗ് ദിനാചരണം നടത്തി. ചാലിശ്ശേരി SCUP സ്കൂളിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ അനുസ്മരണം നടത്തി. കടവലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2.5 കോടി രൂപ ചെലവിൽ 8500 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിക്കും. ഒരുമനയൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഓഗസ്റ്റ് 1 ഒരുമനയൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K. കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ ആഭിമുഖ്യത്തിൽ പുന്നനൌഷാദ് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സംഭരിച്ച നെല്ലിന്റെ വില നൽകുക എന്ന ആവശ്യമുന്നയിച്ച് പൊന്നാനി കോൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിലെ ചാവക്കാട് ADA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സഹപാഠികൾക്ക് മുല്ലച്ചെടികൾ നൽകി ജന്മദിനാഘോഷം. വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി M. അദ്വൈതാണ് സഹപാഠികൾക്ക് മുല്ലച്ചെടികൾ സമ്മാനിച്ച് ജന്മദിനം ആഘോഷിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അറിയാമോ നമ്മുടെ കുട്ടികളെ എന്ന തലക്കെട്ടിൽ നടത്തുന്ന രക്ഷാകർതൃ പരിശീലന പദ്ധതിയുടെ ഭാഗമായി രക്ഷാകർതൃ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അറിയിച്ചു. ഓഗസ്റ്റ് 2 കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലാണ് ശില്പശാല നടത്തുന്നത്. ഓണത്തിന് റേഷൻ വിഹിതം നൽകാതെ കേരള ജനതയെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുന്നുവെന്നാരോപിച്ച് CPI തൈക്കാട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പാഴായിപ്പോയ 25 വർഷങ്ങൾ എന്ന മുദ്രാവാക്യവുമായി കടവലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണപരാജയത്തിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വട്ടമാവ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിദ്യാർത്ഥികളിൽ ജനാധിപത്യബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവത്ര പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നനൌഷാദിന്റെ 6ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, YouTube എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.